ഹായ്, ഞാൻ ജേസൺ ചാക്കോ, വ്യവസായ വാണിജ്യ വകുപ്പിൽ അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ. നിങ്ങളൊരു വ്യവസായ സ്ഥാപനം തുടങ്ങുമ്പോൾ അതിന് സബ്സിഡി കിട്ടുന്നതിനെ കുറിച്ചുള്ള ബേസിക്കായ കാര്യങ്ങൾ ഒന്ന് പറയുകയാണ്. പലരും ആവശ്യപ്പെട്ടു. അതിന് പ്രധാന പോയിൻറ്റ്സ്, വ്യവസായ വകുപ്പ് നൽകുന്ന ഈ സബ്സിഡിയുടെ പല സ്കീമുകളുണ്ടെങ്കിലും പ്രധാനമായിട്ടുള്ള സബ്സിഡി നൽകുന്ന ഒരാൾ വ്യവസായം തുടങ്ങി, അയാൾ ലോൺ എടുത്താലും ഇല്ലെങ്കിലും വ്യവസായം തുടങ്ങി 1 വർഷത്തിനകം സബ്സിഡിക്ക് അപേക്ഷിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഫിക്സഡ് അസറ്റിന് സബ്സിഡി കിട്ടും. ലാൻഡ്, ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, അതിൻ്റെ വ്യവസ്ഥകളാണ് പറയുന്നത്. അപ്പോൾ സബ്സിഡിക്ക് അർഹമായ സംഗതികൾ ഇതൊക്കെയാണ്. ലാൻഡ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ്, സ്ഥലം നിരത്താനും ഒക്കെ ഉപയോഗിക്കുന്ന ചിലവ് കണക്കാക്കും. ബിൽഡിംഗ് ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് ചാർജസ് ഓൺ എക്സിസ്റ്റിംഗ് ബിൽഡിംഗ്, കെട്ടിടത്തിൽ വേണ്ട വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള ചിലവ്. എസൻഷ്യൽ ഓഫീസ് ഇൻഫ്രാസ്ട്രക്ചർ, അത്യാവശ്യമായി ഈ സ്ഥാപനം നടത്തുന്നതിന് വേണ്ട ഓഫീസ് സംവിധാനങ്ങൾക്ക്. ഫിക്സഡ് കോസ്റ്റ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് വേണ്ടി വരുന്ന ഫിക്സഡ് കോസ്റ്റ്. ഇലക്ട്രിഫിക്കേഷൻ, ആ പ്ലാന്റിലേക്ക് വേണ്ട കറണ്ട് എടുക്കുന്നതിന് വേണ്ട ചിലവ്. ജനറേറ്റേഴ്സ് ആൻഡ് അസോസിയേറ്റഡ് എക്യുപ്മെൻറ്റ്സ്, എക്സാമ്പിൾ ഇൻവെർട്ടേഴ്സ്. ജനറേറ്റർ വേണമെങ്കിൽ അതിൻ്റെ ചിലവ്. പിന്നെ ഇൻവെർട്ടർ പോലെയുള്ള സാധനങ്ങളുടെ ചിലവ്. ഓൾ ടെസ്റ്റിംഗ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ എക്യുപ്മെൻറ്റ്സ്, ടെസ്റ്റിങ്ങിന് വേണ്ട ആ സ്ഥാപനത്തിൽ തന്നെ അകത്ത് തന്നെ ടെസ്റ്റിങ്ങിന് വേണ്ട എക്യുപ്മെൻറ്റ്സ്, അതുപോലെ പൊല്യൂഷൻ കൺട്രോളിന് വേണ്ട എക്യുപ്മെൻറ്റ്സ്, അതിൻ്റെയൊക്കെ ചിലവ് സബ്സിഡിക്ക് പരിഗണിക്കും. എന്നാൽ വർക്കിംഗ് ക്യാപിറ്റൽ, പ്രവർത്തന മൂലധനം, ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ വില കണക്കാക്കുകയില്ല. അപ്പോൾ ഈ സബ്സിഡിക്ക് കണക്കാക്കുന്ന സംഗതി ഇതൊക്കെയാണ്. അതായത് ഫിക്സഡ് അസറ്റ്, ലാൻഡ്, ബിൽഡിങ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഇലക്ട്രിഫിക്കേഷൻ, ടെസ്റ്റിംഗ് എക്യുപ്മെൻറ്റ്സ്, പൊല്യൂഷൻ കൺട്രോൾ എക്യുപ്മെൻറ്റ്സ്. എന്നാൽ ഒരു പ്രധാന കാര്യം ഓർക്കുക, ലാൻഡും ബിൽഡിങ്ങിൻ്റെയും സബ്സിഡി മെഷീൻ്റെ സബ്സിഡിയുടെ അത്രയും മാത്രമേ വരാനൊക്കുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ മെഷീനറിയുടെ സബ്സിഡി 1 ലക്ഷമാണെങ്കിൽ ലാൻഡും ബിൽഡിങ്ങിന് എത്ര ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിലും പരമാവധി 1 ലക്ഷമേ കിട്ടുകയുള്ളൂ. കാരണം എന്താ വെച്ചാൽ സ്ഥലം മേടിക്കാനായിട്ടും കെട്ടിടം പണിയാനായിട്ടും അല്ല ഇത് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് അത് ലിമിറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു തയ്യൽ മെഷീൻ ഇട്ടെന്നും പറഞ്ഞ് 1 ഏക്കർ സ്ഥലവും ഒരു കെട്ടിടവും കൂടെ പണിയാൻ സബ്സിഡി കൊടുക്കാൻ ഒക്കുകയില്ല. അതുകൊണ്ടാണ് അത് മെഷീൻ്റെ വിലയുടെ അത്രയേ ലാൻഡിനും ബിൽഡിങ്ങിൻ്റെയും സബ്സിഡി തുക വരാൻ പാടുള്ളൂ. ഇനി ഈ സബ്സിഡിയുടെ നിരക്കാണ് 15% ലിമിറ്റഡ് ടു 20 lakhs. 15% പരമാവധി 20 ലക്ഷം രൂപയാണ്. യാതൊരു പ്രത്യേക സംവരണങ്ങളും ഇല്ലാത്ത ആളുകൾ തുടങ്ങിയാൽ 15% അഥവാ മെഷീൻ്റെ വിലയുടെ, ഈ പറയുന്നതിൻ്റെ വില, മെഷീനറിയുടെ ഫിക്സഡ് അസറ്റിൻ്റെ വിലയുടെ 15%, അഥവാ 20 ലക്ഷം രൂപ. അത് മെഷീനറിയുടെ കാര്യമാണ്. എന്നാൽ ലാൻഡിനെ സംബന്ധിച്ചിടത്തോളം ലാൻഡിൻ്റെ ആക്ച്വൽ കോസ്റ്റ്, നമ്മൾ ആക്ച്വൽ മുടക്കിയ ആധാരത്തിലുള്ള വില, അല്ലെങ്കിൽ അവിടുത്തെ ഗവൺമെൻറ് ആ സ്ഥലത്തിന് പ്രഖ്യാപിച്ചിരിക്കുന്ന വില, ഇതിലേതാണോ കുറവ് അതാണ് എടുക്കുന്നത്. അത് കണക്കാക്കും. പിന്നെ അത് സ്ഥലത്തെന്ന് പറഞ്ഞാൽ മെഷീൻ ഈ യൂണിറ്റ് ഇരിക്കുന്ന 5 സെൻറ്റ് സ്ഥലത്താണ് 1 ഏക്കർ സ്ഥലം ഉള്ള പറമ്പിലാണ് ഇരിക്കുന്നതെങ്കിൽ ആ 1 ഏക്കറിൻ്റെ വില കൂട്ടുകയില്ല. ഈ മെഷീൻ ഈ യൂണിറ്റിന് ആവശ്യമായ സ്ഥലത്തിൻ്റെ വിലയെ കണക്കാക്കുകയുള്ളൂ. പിന്നെ ബിൽഡിംഗ് എന്ന് പറയുന്നത് ബിൽഡിങ്ങിൻ്റെ അളവാണ്. 2 തരം ബിൽഡിങ് ആണ്. ഒന്ന് ഷീറ്റ് ഇട്ട ബിൽഡിംഗ് ആണെങ്കിൽ അത് സെമി പക്ക ബിൽഡിങ്, അതിന് ഏകദേശം മീറ്റർ സ്ക്വയർ, അതിൻ്റെ വിസ്തീർണത്തിൻ്റെ അളവിൽ കണക്കിനാണ്. 1 മീറ്റർ സ്ക്വയറിന് ഏതാണ്ട് 2500 രൂപ കണക്കിലാണ് കിട്ടുന്നത്. അതേസമയത്ത് വാർക്ക കെട്ടിടമാണെങ്കിൽ
ആവശ്യമുള്ള കേസുകളിൽ, വർക്ക് അത്യാവശ്യമുള്ള കേസുകളിൽ അങ്ങനെയുള്ള കെട്ടിടത്തിലാണെങ്കിൽ അതിന് സ്ക്വയർ മീറ്ററിന് ഏകദേശം 5000 രൂപയോളം നിരക്കിൽ കിട്ടും. ഇനി ഞാൻ പറഞ്ഞല്ലോ, മെഷീനറിയുടെ മറ്റും സബ്സിഡി തുക 15%, പരമാവധി 20 ലക്ഷമാണെന്ന് പറഞ്ഞു. എന്നാൽ അതിന് വേറെ വ്യത്യാസമുണ്ട്. All micro, small and medium enterprises established by entrepreneurs belonging to women, scheduled caste and scheduled tribes and young entrepreneurs shall be eligible for an assent of 20 of the fixed capital investment limited to 30 lakhs. എന്നാൽ എല്ലാ സ്ത്രീകൾ തുടങ്ങുന്ന യൂണിറ്റുകൾക്കും എല്ലാ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് യൂണിറ്റുകൾക്കും എല്ലാ ചെറുപ്പക്കാരായ സംരംഭകർ എന്ന് പറഞ്ഞാൽ 45 വയസ്സ് വരെയുള്ള പുരുഷന്മാർ നടത്തുന്ന യൂണിറ്റുകൾക്കാണ് യങ് എൻ്റർപ്രണർ എന്ന് പറയുന്നത്. അപ്പോൾ 45 വയസ്സ് വരെയുള്ള പുരുഷന്മാർ, എല്ലാ സ്ത്രീകൾ, SC ST വിഭാഗത്തിൽപ്പെട്ട സംരംഭകർ, ഇവർ തുടങ്ങുന്ന യൂണിറ്റുകൾക്ക് എല്ലാം 20% സബ്സിഡിയും പരമാവധി 30 ലക്ഷം രൂപ വരെയും കിട്ടുന്നതാണ്. ഇനി അതും മാത്രമല്ല, ഇനി പ്രയോറിറ്റി ഇൻഡസ്ട്രീസ് ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഇൻഡസ്ട്രികൾക്ക് 10% കൂടെ ഇതിൻ്റെ പുറമെ സബ്സിഡി കിട്ടും. അപ്പോൾ 15 കിട്ടുന്നവർക്കാണെങ്കിൽ 10 കൂടെ കൂട്ടി 25 കിട്ടും. 20 കിട്ടുന്നവർക്കാണെങ്കിൽ 10 കൂട്ടി 30 കിട്ടും. അത് ഏതൊക്കെയാണെന്ന് പറയാം. പ്രയോറിറ്റി ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ റബ്ബർ ബേസ്ഡ് ഇൻഡസ്ട്രീസ്, അഗ്രോ ബേസ്ഡ് ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസ്, റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ്, ഇൻഡസ്ട്രീസ് മാനുഫാക്ചറിങ് എക്യുപ്മെൻറ്റ്സ് ആൻഡ് മെഷീനറി ഫോർ നോൺ കൺവെൻഷണൽ എനർജി ജനറേഷൻ, ബയോടെക്നോളജി ബേസ്ഡ് ഇൻഡസ്ട്രീസ്, 100% എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സ്, ബയോഡീഗ്രേഡബിൾ പ്ലാസ്റ്റിക് ഇൻഡസ്ട്രീസ്, പ്ലാസ്റ്റിക് വേസ്റ്റ് റീസൈക്ലിംഗ് ഇൻഡസ്ട്രീസ്. അപ്പോൾ ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഇൻഡസ്ട്രീസ് ഉണ്ടെങ്കിൽ, അല്ലെ പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റിനെ റീസൈക്കിൾ ചെയ്യുന്ന ഇൻഡസ്ട്രികൾക്ക്, ബയോ ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രിക്കൊക്കെ പ്രയോറിറ്റി സെക്ടറിൽ പെട്ടതാണ്. റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ്, റബ്ബർ ബേസ്ഡ് ഇൻഡസ്ട്രീസ്, അതുപോലെ കാർഷിക അരി, തേങ്ങ, വെളിച്ചെണ്ണ എന്നിവയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ, അതിനൊക്കെ 10% അധികം സബ്സിഡി കിട്ടും. അപ്പോൾ 30% അങ്ങനെയുള്ളവയ്ക്ക് കിട്ടും. In the case of all micro, small and medium enterprises set up in districts of Idukki, Wayanad and Kasaragod and Pathanamthitta, there shall be additional assistance of 10% of fixed capital investment, subject to a ceiling of 10 lakhs. ഇനി ചില ജില്ലകൾക്ക് കൂടുതലുണ്ട്, 10% അധികമുണ്ട്. ഏതൊക്കെയാണ്? ഇടുക്കി, വയനാട്, കാസർഗോഡ്, പത്തനംതിട്ട ജില്ലകളിലെ തുടങ്ങുന്ന വ്യവസായങ്ങൾക്ക് ഈ സബ്സിഡി 10% അധികം ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ സബ്സിഡി 40%, 35 അല്ലെങ്കിൽ 40% വരെയാകും. In the case of micro, small and medium industries units set up after acquiring new technology from approved research institutions recognized as such by state and central government, there shall be an additional assistance of 10% of fixed capital investment subject to a ceiling of 10 lakhs. ഇനി ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്ന്, അതായത് കൊയർ ബോർഡ് അല്ലെങ്കിൽ കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡ് അല്ലെങ്കിൽ റബ്ബർ ബോർഡ് പോലെ ഗവൺമെൻറ്, അതുപോലെ അല്ലെങ്കിൽ ഫിഷ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇങ്ങനെയുള്ള ഗവൺമെൻറ് അംഗീകൃത, കേരള ഗവൺമെൻറ്റോ കേന്ദ്ര ഗവൺമെൻറ്റോ അംഗീകരിച്ച സ്ഥാപനങ്ങളിൽ നിന്ന് ഇൻഡസ്ട്രിക്കുള്ള ടെക്നോളജി, അല്ലെങ്കിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളിൽ നിന്നോ ഇൻഡസ്ട്രിക്കുള്ള ടെക്നോളജി നമ്മൾ വാങ്ങുകയാണെങ്കിൽ, അങ്ങനെ വാങ്ങി തുടങ്ങുന്ന യൂണിറ്റ് ആണെങ്കിൽ അതിന് ഒരു 10% അധികമായി സബ്സിഡി ലഭിക്കുന്നതായിരിക്കും.
ഇത്രയേറെ സബ്സിഡിയാണ് ESS സ്കീമിൽ നമുക്ക് ഇത്ര സബ്സിഡിയുടെ ശതമാനം കിട്ടുന്നത്. ഈ സബ്സിഡി കിട്ടുന്നത് വേണമെങ്കിൽ നമുക്ക് സ്റ്റാർട്ടപ്പ് സപ്പോർട്ട് എന്ന് പറഞ്ഞ് നമ്മൾ യൂണിറ്റ് തുടങ്ങാനായിട്ട് ബാങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കൊട്ടേഷൻ മേടിച്ച് മെഷീനറിയുടെ ഫിക്സഡ് അസറ്റിൻ്റെ കെട്ടിടം പണിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ പ്ലാനും എസ്റ്റിമേറ്റ് അപ്രൂവ്ഡ് പ്ലാനും എസ്റ്റിമേറ്റും എടുത്ത് മെഷീനറി ആണെങ്കിൽ മെഷീനറി കൊട്ടേഷൻ മേടിച്ച് പ്രൊജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കി ഇത് 2 പകർപ്പ് താലൂക്ക് വ്യവസായ ഓഫീസിലോ ജില്ലാ വ്യവസായ കേന്ദ്രത്തിലോ കൊടുത്ത് അവിടുന്ന് അത് ബാങ്കിലേക്ക് അയച്ച് ബാങ്കിൽ നിന്ന് ഈ ലോൺ പാസ്സാക്കിയതായി അറിയിപ്പ് കിട്ടിക്കഴിയുമ്പോൾ ആ ലോണിൻ്റെ ഒരു വിഹിതമെങ്കിലും നിങ്ങൾക്ക് ഡിസ്ബേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് സപ്പോർട്ടിനായിട്ട് ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ അപേക്ഷിക്കാം. ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ ഈ സ്റ്റാർട്ടപ്പ് സപ്പോർട്ടിന് അപേക്ഷിച്ചാൽ, അതായത് ലോൺ പാസ്സാക്കി ഒരു ചെറിയ ഗഡുവെങ്കിലും വിതരണം ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടപ്പ് സപ്പോർട്ട്, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ്, ഈ സബ്സിഡി സാധാരണ നിങ്ങൾ യൂണിറ്റ് തുടങ്ങി 1 കൊല്ലത്തിനകത്ത് ആണ് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ തുടങ്ങിയതിന് ശേഷമേ ഈ സബ്സിഡിക്ക് അപേക്ഷിക്കാൻ ഒക്കുകയുള്ളൂ. എന്നാൽ നിങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ അതിൻ്റെ ഒരു വിഹിതം വേണമെങ്കിൽ അർഹതയുണ്ടെങ്കിൽ കിട്ടും. അതിനാണ് സ്റ്റാർട്ടപ്പ് സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതെപ്പോഴാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ ബാങ്കിൽ നിന്ന് ലോൺ പാസ്സാക്കി 1 ഗഡു എങ്കിലും ഡിസ്ബേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ നിങ്ങൾ സ്റ്റാർട്ടപ്പ് താലൂക്ക് വ്യവസായ ഓഫീസ് വഴി സ്റ്റാർട്ടപ്പ് സപ്പോർട്ടിന് അപേക്ഷിച്ചാൽ നിങ്ങൾക്ക് എലിജിബിളായ സബ്സിഡി എത്രയാണെന്ന് കണക്ക് കൂട്ടിയിട്ട് അതിൻ്റെ പകുതി 50% പരമാവധി 3 ലക്ഷം രൂപ വരെ ഈ സബ്സിഡി അഡ്വാൻസ് ആയിട്ട് നിങ്ങൾക്ക് തരും. അതിനാണ് സ്റ്റാർട്ടപ്പ് സപ്പോർട്ട് എന്ന്. അപ്പോൾ പിന്നീട് കിട്ടാനുള്ള സബ്സിഡിയുടെ പകുതി ആദ്യമേ അഡ്വാൻസ് ആയിട്ട് വേണമെങ്കിൽ കിട്ടും. പിന്നീട് സബ്സിഡിക്ക് അപേക്ഷ കൊടുക്കുകയും അപ്പോൾ അത് അനുവദിക്കുന്ന സമയത്ത് ഈ സബ്സിഡി അതിൽ നിന്ന് കുറയ്ക്കും. സ്റ്റാർട്ടപ്പ് സബ്സിഡി മേടിച്ചിട്ട് നമ്മൾ യൂണിറ്റ് തുടങ്ങിയില്ലെങ്കിൽ നമ്മൾ പലിശ സഹിതം നമ്മൾ തിരിച്ചടയ്ക്കേണ്ടി വരും. ഇനി ലാൻഡിൻ്റെ സബ്സിഡിക്ക് അർഹത കിട്ടണമെങ്കിൽ ആ ലാൻഡ് ആ പ്രൊപ്പറേറ്ററുടെ പേരിലായിരിക്കണം. അല്ലെങ്കിൽ പാർട്ണർഷിപ്പാണ്, ആ പാർട്ട്നേഴ്സിൻ്റെ ഒരാളുടെ പേരിലായിരിക്കണം. ഒരാളുടെയോ എല്ലാവരുടെയും കൂടെ പേരിലോ ആയിരിക്കണം. അതുപോലെ ആ യൂണിറ്റിൻ്റെ പേരിലുള്ള ലാൻഡായിരിക്കണം. അല്ലെങ്കിൽ ഒരു കമ്പനിയാണ്, അതിൻ്റെ ഡയറക്ടർമാരുടെ ആരുടെയെങ്കിലും പേരിലോ ഉള്ള ലാൻഡായിരിക്കണം. പിന്നീട് അതിൻ്റെ വില കണക്കാക്കുന്നത് ആ ലാൻഡിൻ്റെ ആധാരത്തിലുള്ള വില, അതുപോലെ ആ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഫെയർ വാല്യൂ, ഇതിലേതാണോ കുറവ് അതാണ് വിലയായിട്ട് കണക്കാക്കുന്നത്. ഇനി ബിൽഡിങ്ങിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ബിൽഡിങ്ങിൻ്റെ വാല്യുവേഷൻ, അതിൻ്റെ പ്ലാൻ ആൻഡ് എസ്റ്റിമേറ്റ് വേണം. പക്ഷേ അതിൻ്റെ വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് കൂടെ വേണം. അതായത് ഗവൺമെൻറ്റിലെ ഏതെങ്കിലും ഒരു വകുപ്പിൽ നിന്നുള്ള ഒരു സിവിൽ എഞ്ചിനീയർ, അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റാങ്കിലുള്ള ഒരു സിവിൽ എഞ്ചിനീയറുടെ ഒരു വാല്യുവേഷൻ, നിശ്ചിത ഫോറത്തിലുള്ള വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് കൂടെ ഉണ്ടെങ്കിൽ ആ ബിൽഡിങ്ങിന് സബ്സിഡിക്ക് കണക്കാക്കുകയുള്ളൂ. ഇനി മെഷീനറിയുടെ സബ്സിഡിക്ക് കണക്കാക്കുന്ന ഓൾ ബ്രാൻഡ് ന്യൂ ഐഡൻറ്റിഫയബിൾ ഐറ്റംസ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഇൻക്ലൂഡിങ് ടൂൾസ്, ജിഗ്സ്, മോൾഡ്സ്, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ്സ്, അതായത് ഫിക്സഡ് ആയിട്ടുള്ള ഈ ഉപകരണങ്ങൾ, മെഷീൻസ് എല്ലാം പരിഗണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ വാങ്ങിയ മെഷീനോ ടൂൾസോ ആണെങ്കിൽ ആ വാങ്ങിയ GST ബില്ലും വൗച്ചറും ഉണ്ടായിരിക്കണം. ഇനി നിങ്ങൾ ഫാബ്രിക്കേറ്റ് ചെയ്ത് ഉണ്ടാക്കിപ്പിച്ച മെഷീനറി ആണെങ്കിൽ, മെഷീനറിയുടെ കാര്യം പറഞ്ഞപ്പോൾ ആ മെഷീനറി നമുക്ക് എല്ലാ മെഷീനറി വാങ്ങാൻ കിട്ടിയെന്ന് വരികയില്ല. നമ്മുടെ ആവശ്യത്തിലുള്ള മെഷീനറി ഉണ്ടാക്കിപ്പിച്ചെടുക്കുകയാണെങ്കിൽ ആ മെഷീനറിക്ക് ഒരു ഗവൺമെൻറ്റിലെ ഏതെങ്കിലും വകുപ്പിലെ അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റാങ്കിലുള്ള മെക്കാനിക്കൽ എഞ്ചിനീയറുടെ, അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് എഞ്ചിനീയറുടെ, അല്ലെങ്കിൽ ഗവൺമെൻറ് അപ്രൂവ്ഡ് വാല്യുവറുടെ ഒരു വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് നിശ്ചിത ഫോമിൽ ഉണ്ടായിരിക്കണം, എന്നാൽ മതി.
അപ്പോൾ നിങ്ങൾ ഓർക്കണം, ഇത് പ്രത്യേകം മനസ്സിലാക്കണം, മെഷീനറി എല്ലാം വാങ്ങണമെന്നില്ല, വാങ്ങാൻ പറ്റിയൊന്നും വരികയില്ല. നമ്മളൊരു മെഷീനറി ഉണ്ടാക്കിച്ചെടുക്കാം, ആ പുതിയ സാധനങ്ങൾ, പുതിയ മെഷീനറി ഉണ്ടാക്കിച്ചെടുക്കാം. അങ്ങനെയാണെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന പുതിയ മെറ്റീരിയൽസ് ആയിരിക്കണം. അങ്ങനെ ഒരു പുതിയ മെഷീനറി ഉണ്ടാക്കിച്ചെടുക്കുമ്പോൾ ആ മെഷീനറിയുടെ വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് ഒരു ഗവൺമെൻറ് അപ്രൂവ്ഡ് അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റാങ്കിലുള്ള മെക്കാനിക്കൽ എഞ്ചിനീയറുടെ അപ്രൂവ്ഡ് അല്ല, ഗവൺമെൻറ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറുടെ ഒരു വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് അതിൻ്റെ കൂടെ വെച്ചാൽ മതി. ബില്ലോ വൗച്ചറോ അല്ല രസീതോ ആവശ്യമില്ല. അതിന് പകരം ഈ വാല്യുവേഷൻ സർട്ടിഫിക്കറ്റാണ് വെക്കേണ്ടത്, സ്വന്തമായി ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന മെഷീനറി ആണെങ്കിൽ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിച്ചിരിക്കുന്ന മെഷീനറിക്കും നമുക്ക് സബ്സിഡിക്ക് അപേക്ഷിക്കാവുന്നതാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. പിന്നെ ഓൾ ടെസ്റ്റിംഗ് എക്യുപ്മെൻറ്റ്സിന്, പൊല്യൂഷൻ കൺട്രോൾ എക്യുപ്മെൻറ്റ്സിന്, KCB പവർ കണക്ഷന് ഡിപ്പോസിറ്റ് ഒഴിച്ചുള്ള മറ്റ് ചിലവുകൾക്ക്, ട്രാൻസ്ഫോർമറിൻ്റെ വില, വയറിങ്ങിൻ്റെ ചാർജ് എന്നിവയ്ക്കെല്ലാം ഇലക്ട്രിഫിക്കേഷൻ്റെ ചിലവുകളും സബ്സിഡി കിട്ടും. എന്നാൽ അതിൻ്റെ എല്ലാം ഒറിജിനൽ ബില്ലുകൾ ഉണ്ടായിരിക്കണം. എന്നാൽ 50,000 രൂപയ്ക്ക് മുകളിലാണ് ഈ ഇലക്ട്രിഫിക്കേഷൻ കോസ്റ്റെങ്കിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലെ അല്ലെ KSCBയിലെ അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റാങ്കിലുള്ള ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറുടെ ഒരു വാല്യുവേഷൻ സർട്ടിഫിക്കറ്റൂടെ ഇതിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. പിന്നെ വെള്ളം ശുദ്ധീകരിക്കാനായിട്ട് ഉള്ള റീസൈക്ലിംഗ്, വാട്ടർ റീസൈക്ലിങ്ങിന് ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സും ഇതിനായിട്ട് പരിഗണിക്കുന്നതാണ്. പിന്നെ ഒരു കാര്യമെന്ന് പറയുന്നത്, ഇതിൻ്റെ കൂട്ടത്തിൽ പഞ്ചായത്ത് ലൈസൻസ്, മറ്റ് പല നമ്മുടെ ബാലൻസ് ഷീറ്റ്, പ്രൊജക്റ്റ് റിപ്പോർട്ട്, കറണ്ട് കണക്ഷൻ്റെ കറണ്ട് ബില്ല്, കറണ്ട് കണക്ഷൻ്റെ സർട്ടിഫിക്കറ്റ്, ഇങ്ങനെ കുറേ ഏറെ സാധനങ്ങളും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കേണ്ടി വരും. അത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കുന്നത്. ഓൺലൈൻ അപേക്ഷിച്ച് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് നമ്മൾ പേപ്പറിലും അപേക്ഷ സമർപ്പിക്കണം. ഒരു വർഷത്തിനകം തുടങ്ങിയാൽ അടുത്ത ദിവസം തന്നെ വേണേൽ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു വർഷത്തിനകമെങ്കിലും കൊടുത്തിരിക്കണം. അങ്ങനെ ഈ സബ്സിഡി വാങ്ങിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ലോൺ ഉണ്ടെങ്കിൽ ഈ സബ്സിഡി അനുവദിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ബാങ്ക്, ആ ലോൺ എടുത്തിരിക്കുന്ന ബാങ്കിലേക്കാണ് ഈ സബ്സിഡി വരുന്നത്. അല്ല, നിങ്ങൾ ലോൺ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് അത് ചെക്കായിട്ട് ഡ്രാഫ്റ്റായിട്ടോ തരും. സബ്സിഡി എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ബാധ്യതയുണ്ട്, 5 കൊല്ലത്തേക്ക് ഈ യൂണിറ്റ് പ്രവർത്തിച്ചിരിക്കണം. എല്ലാ വർഷവും നിങ്ങൾ അതിൻ്റെ കണക്കുകൾ വ്യവസായ ഓഫീസിൽ കൊടുത്തിരിക്കണം. അല്ലാതെ ഈ സബ്സിഡി വാങ്ങിയതിന് ശേഷം യൂണിറ്റ് നിർത്തിയാൽ നിങ്ങളിത് അതിൻ്റെ പലിശ സഹിതം നിങ്ങൾ തുക തിരിച്ചടയ്ക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് പ്രധാനമായി സബ്സിഡിയെക്കുറിച്ചുള്ള വിവരങ്ങൾ. ഇതിനെ എൻ്റർപ്രണർഷിപ്പ് സപ്പോർട്ട് സ്കീം, ESS സംരംഭക സഹായ പദ്ധതി എന്ന് പറയുന്നു. ഇതിൻ്റെ സബ്സിഡി നിങ്ങൾക്ക് ലഭിക്കുന്നത് ഫിക്സഡ് അസറ്റിനാണ്, ലാൻഡ്, ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറിക്കാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ തരുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഭാവിക്കും ഗുണകരമായിരിക്കും. നിങ്ങളെ ഒരു നല്ല സംരംഭകനാക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് അതാകുന്നതിന് സഹായകരമായിരിക്കും. അതിനുകൊണ്ട് എല്ലാ പ്രോത്സാഹനവുമാണ് ഈ ചാനലിലൂടെ തരുന്നത്. ഈ ചാനലിലെ 66% പേരും ഇപ്പോഴും ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ അതെയാണ് ഇത് വീഡിയോകൾ കാണുന്നത്. നിങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങൾ പറയുമ്പോൾ അത് ഒരു ചിലവുമില്ലാത്ത ഒരു കാര്യം ഒന്ന് പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മെനക്കെടാതിരിക്കുന്നത് ബുദ്ധിയാണോ എന്ന് ചിന്തിക്കുക. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തതിലെ ഇതിലെ ന്യൂസ് ഇൻഫർമേഷൻസ് എല്ലാം പ്രയോജനപ്പെടുത്തുക. ഇനി സ്വന്തമായിട്ട് ഒരു സ്ഥാപനം തുടങ്ങുന്നവരാണെങ്കിൽ എനിക്ക് ഈ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട പ്രത്യേക ഗൈഡൻസ് നൽകുന്നതായിരിക്കും. ഈ ചാനൽ ഈ വീഡിയോ കണ്ടതിന് നന്ദി. എല്ലാ വീഡിയോകളും കാണുവാനായിട്ട് നിങ്ങൾക്ക് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.